Hello, beautiful people. Good morning and welcome back to my YouTube channel. This is me, Farida. So, just ഇപ്പോൾ ഉറക്കത്തിന് എണീറ്റേ ഉള്ളൂ. 7 മണിയായി. നോർമലി ഈ ടൈമിലോട്ട് എണീക്കാറ്. And now, Hanish is still sleeping. അപ്പോൾ today I thought of taking a day in my life vlog. രാവിലെ എണീറ്റുണ്ട്. എനിക്ക് നല്ല മൂഡ് കുറവുണ്ട്. ലൈക്ക് ഉറക്കത്തിൽ എണീക്കുമ്പോണ്ടാണ് ആ ഒരു ഡിസ്റ്റർബൻസ് നന്നായിട്ടുണ്ട്. സോ നമുക്ക് സമയം കളയാണ്ട് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവാം. ഓക്കെ ഗൈസ്. സോ അങ്ങനെ ബെഡിൽ നിന്നൊക്കെ എണീറ്റു. നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കത്തിൽ നിന്ന് എണീക്കാൻ. ഹാനിഷ് സ്റ്റിൽ ഓൺ ദ ബെഡ്, അതുകൊണ്ട് എനിക്ക് ബെഡ് മേക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ റൂൾ പ്രകാരം ആരാണോ അവസാനം എണീക്കുന്നത് ആ ആളാണ് ബെഡ് ക്ലിയർ ചെയ്യേണ്ടത്. രാവിലത്തെ മടിയൊക്കെ മാറാൻ ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി വരണം. സോ നമുക്ക് വെക്കം പോയിട്ട് സെറ്റ് ആയിട്ട് വരാം. നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഫേസ് വാഷ് ചെയ്തപ്പോഴത്തേക്കും ആ ഉറക്കപ്പീച്ചൊക്കെ അങ്ങ് പോയി. ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ടാണ് പിന്നെ വാഷ്റൂമിന്റെ പുറത്തെത്തിയത്. ഇനി നമുക്ക് കൈയോടെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അത് ചെയ്യാണ്ട് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് സ്കിൻ കെയർ ഫുള്ളി സ്കിപ്പായി പോവാറുണ്ട്. അങ്ങനെ ഉണ്ടായ ദിവസങ്ങളും ഉണ്ട്. സ്കിൻ കെയർ ചെയ്യുന്നത് ആക്ച്വലി ഒരു ചടങ്ങാണ്, നല്ല ടൈം കൺസ്യൂമിങ്ങും. അതുകൊണ്ട് അതിൻ്റെതായ മടി എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ സ്കിന്നിനെ നമ്മളല്ലാണ്ട് വേറെ ആര് നോക്കാനാ? ഞാൻ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. ആദ്യമൊക്കെ ഞാനും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കി നല്ല നല്ല സ്കിൻ കെയർ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ഒന്നും എന്റെ സ്കിന്നിന് ആപ്റ്റ് അല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതോടുകൂടി തന്നെ ഒരുപാട് ഫാൻസി ബ്രാൻഡ്സിനോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. എന്റെ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡു കോമന്റ് ബിലോ, ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് കിച്ചണിൽ കയറി. രാവിലെ എണീക്കുമ്പോ തൊണ്ട അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ആദ്യമൊക്കെ ചായ ആയിരുന്നു കേട്ടോ, പക്ഷെ ഷുഗർ കട്ട് എന്ന പേരിൽ ചായ സ്കിപ്പ് ചെയ്ത് തുടങ്ങി. ഇപ്പോ ചായ അത്ര വേണമെന്നില്ല. പിന്നെ വെറുതെ അങ്ങ് ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ കുറച്ച് ആർഭാടത്തിന് ക്യൂമിൻ സീഡ്സോ ഫെനിഗ്രീക് സീഡ്സോ അല്ലെങ്കിൽ ടേമറിക് പൗഡറോ ഒക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉപയോഗിച്ചത് ക്യൂമിൻ സീഡ്സ് ആണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ ചായയുടെ കാര്യം, ഒരു ഗ്ലാസ് ചായ വെച്ച് നീട്ടിയാ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മലയാളി ആയി പോയില്ലേ. ചായ അത് ഇന്ന് നമുക്കൊരു വികാരമല്ലേ. സോ അങ്ങനെ എന്റെ മോർണിംഗ് റൊട്ടീൻ ഏറെക്കുറെ കഴിയാറായി. ജസ്റ്റ് ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് മോർണിംഗ് ആട്ടോ. കാരണം എനിക്ക് കോളേജിൽ പോകാനല്ല, ഇന്നൊരു വർക്കിംഗ് ഡേ അല്ല. KTUവിന്റെ വാലുവേഷൻ നടക്കുകയാണ് ക്യാമ്പസിൽ. സോ നമുക്ക് ലീവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലൊന്നുമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകാവുന്ന ഒരു മോർണിംഗ് ആണ്. സോ അല്ലെങ്കിൽ ഞാൻ ഈ വെള്ളമൊക്കെ ചിലപ്പോ ഡ്രസ്സിംഗ് ടേബിളിന്റെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് കുടിക്കാറ്. കാരണം അത്രയും തിരക്കിലായിരിക്കും. നേരെ പല്ലേക്കുക, വന്നത് ഉണ്ടാക്കുക, നേരെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അവിടെ പോവുക, ഡ്രസ്സ് ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ട് ഓക്കെ, ഇവിടെ വന്നിരുന്ന് വൃത്തിക്കൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ദെൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് ആണ്. ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നതല്ല കേട്ടോ, മടി ആയതുകൊണ്ടും സമയം കിട്ടാത്തത് കൊണ്ടും. ഇന്നിപ്പോ സമയമുണ്ട്, പക്ഷെ എന്നാലും മോർ ഓവർ എനിക്ക് മടി തന്നെയാണ്. സമയം കിട്ടാത്തതിനേക്കാളും കൂടുതൽ മടി തന്നെയാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് ആണ്. സാലഡിനുള്ളതെല്ലാം കട്ട് ചെയ്തൊക്കെ തലേന്ന് വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഇനി അത് ജസ്റ്റ് എടുത്ത് ലെമൺ സ്ക്വീസ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. സോ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ലഞ്ചും ഉണ്ടാക്കാനുണ്ട്. സാലഡിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇന്നലെ നൈറ്റ് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. രാവിലെ എണീക്കുമ്പോഴുള്ള മെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയാട്ടോ. ക്യുക്കുംബറും ടൊമാറ്റോസും ക്യാരറ്റ്സും ഒക്കെയുള്ള ഒരു ബൗൾ ഓഫ് വെജിറ്റബിൾസ്, അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനു മുമ്പ് ഫ്രൂട്ട്സ് ആയിരുന്നു. പക്ഷേ രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സ്ട്രൈക്ക് ഉണ്ടാകും എന്ന് എവിടെയോ കേട്ടു. അന്ന് മുതൽ വെജിറ്റബിൾസ് ആക്കി തുടങ്ങിയതാ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ ഹെൽത്തി ഓപ്ഷൻ ആണെന്നും കൂടി പറയാലോ. അപ്പൊ അങ്ങനെ എന്റെ സാലഡ് ബൗളോടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിത് പോയിരുന്ന് കഴിക്കാം. അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി നേരെ കിച്ചണിലേക്ക് ലഞ്ചിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി കയറുന്നതാട്ടോ. സോ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു. ഇനി നമുക്ക് അരി എടുക്കണം. അതിനു മുമ്പ് കെറ്റിലില് കുറച്ച് ചൂടുവെള്ളം വെക്കണം, അരി കഴുകാൻ വേണ്ടിയാട്ടോ.
ഇന്ന് ലഞ്ചിന് ക്യാബേജ് തോരനും വെള്ളരിക്ക വെച്ചൊരു കറിയുമാണ്. വെള്ളരിക്ക ഇന്നലെ നൈറ്റ് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഓൾറെഡി മാരിനേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻവയൽ കെറ്റിലിൽ വെച്ച് വെള്ളം ചൂടായി. അപ്പോൾ അരിയൊക്കെ കഴുകി ഇനി നേരെ ഇതിനെ കുക്കറിലിടാം. അതുപോലെ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും നമുക്ക് കുക്കറിലാക്കാം. ഇന്നലെ വൈകിട്ട് ഒരു മൂവിക്ക് പോയേക്കായിരുന്നു. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൂടാണ്ട് ക്യാബേജ് കട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടവുമല്ല. ഞാൻ കൂടുതലും ചോപ്പറിലാണ് കട്ട് ചെയ്യാറ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നതെന്ന്. അല്ല കേട്ടോ, കുക്കിംഗ് എന്റെ ഡിപ്പാർട്ട്മെന്റേ അല്ല. അത് കൂടുതലും ഹാനിഷ നോക്കാറ്. പക്ഷെ ഇന്ന് ഹാനിഷ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അവൻ ഓൾറെഡി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? പൊതുവെ ആണുങ്ങൾ കിച്ചണിൽ കയറുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ സൊസൈറ്റി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജോബ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ മ്യൂച്വൽ റെസ്പെക്ട് കൂടുക ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ആൻഡ് ഫൈനലി ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ ഒരു സൈഡായി. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറച്ചേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. ഏതൊക്കെയോ ചാനലില് ഏതൊക്കെയോ സിനിമയുടെ പൊട്ടും പൊടിയും കണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലാന്ന്. പിന്നെ ഓടിപ്പോയി ഫിഷ് ഫ്രൈയും ചെയ്തു. നല്ല അടിപൊളി ചോറ് കഴിച്ചു. നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. എവിടെയാ പോകുന്നതെന്ന് ഓൺ ദ വേ പറയാം. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, അതുകൊണ്ട് വെക്കം പോവാം. ബാ, പോയിട്ട് വരാം. സോ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണത് എന്റെ വീട്ടിലേക്കാണ്. എന്റെ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. സോ അവിടെ പോണം. കാരണം ഉമ്മച്ചി അവിടെ ഇല്ല. ഉമ്മച്ചി ഒരു ട്രിപ്പ് പോയേക്കാണ് രാജസ്ഥാൻ. അപ്പോ എന്റെ ഹസ്ബൻഡിനെയാണ് മറ്റേ നമ്മൾ HOD ഇൻചാർജ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഗ്രഹനാഥൻ ഇൻചാർജ് ആക്കി പോയിരിക്കുന്നത് ഇക്കാകാനെയാണ്. സോ അവിടെ വർക്കേഴ്സ് ഉണ്ട്, പണിക്കാരുണ്ട്. അപ്പൊ അവരെ നോക്കണം. അവരെ ജസ്റ്റ് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് എറണാകുളം പോകാനുണ്ട്. ഞങ്ങൾ നിൽക്കണോർത്തുനിന്ന് എന്റെ വീട്ടിലേക്ക് ഒരു ഹാർഡ്ലി 20 മിനിറ്റ്സ് ഒക്കെയാണ് വരാറുള്ളൂ. അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. സോ മൈ ഡിയർ ഹസ്ബൻഡ്, എങ്ങോട്ടാണ്? നമ്മളിപ്പോ നേരെ പെരുമ്പാവൂര് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പെയിന്റിങ്ങിന്റെ ഒക്കെ പണിക്കാരുണ്ട്. അപ്പൊ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ബ്രോഡ്വേ പോകുന്നതാണ്. ബ്രോഡ്വേ പോണതും കുറച്ച് കാര്യങ്ങൾ ഉമ്മച്ചിക്ക് വേണ്ടിയാട്ടോ. അതായത് നമ്മൾ അവിടെ കേർട്ടൻ വാങ്ങിച്ചത് നമുക്ക് തികയാണ്ട് വന്നു. നമ്മള് നമ്പർ എടുത്തതിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ട് കേർട്ടൻ വാങ്ങിച്ചത് തികഞ്ഞില്ല. ഫുള്ളി കേർട്ടനൊക്കെ നമ്മൾ ഒന്നുകൂടി മാറ്റി ചെയ്യാണ്. അപ്പോൾ അത് തികഞ്ഞില്ല. അപ്പോ അത് വാങ്ങിക്കണം. വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോഡ്വേ പോണേ. പിന്നെ ജസ്റ്റ് എറണാകുളമൊക്കെ പോണേ അല്ലേ. അപ്പൊ ഷോപ്പിംഗ് ഹസ്ബൻഡ് സമ്മതിച്ചാൽ ഞാൻ ഷോപ്പ് ചെയ്യും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ ഗൈസ്, സോ നമുക്ക് എന്റെ വീട്ടിലെത്തിയിട്ട് കാണാം. സോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ആകെ അലങ്കോലമായി കിടക്കായിരുന്നു. പോരാത്തതിന് പെയിന്റിന്റെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഹാനിഷിന്റെ ഈ നടത്തം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ എല്ലാം അറിഞ്ഞിട്ട് നടക്കുന്നതാണ്. പക്ഷെ അത് നോക്കാനുള്ള ഒരു സ്കില്ലും അവനില്ല. പെയിന്റിങ്ങിന്റെ ABCD അറിയത്തില്ല. പിന്നെ ഈ നടക്കുന്നത് അത് ആ പണിക്കാരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു സഡൻ ഇൻസ്പെക്ഷന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബ്രോഡ്വേയിലേക്കാട്ടോ പോകുന്നേ. സോ ഇന്നത്തെ വരവിന്റെ മെയിൻ ഉദ്ദേശമായിട്ടുള്ള ബ്രോഡ്വേ എത്തി. ഉമ്മച്ചിക്ക് കർട്ടൻസ് വാങ്ങിക്കാനാണ് വന്നത്. കഴിഞ്ഞ വീക്ക് വന്ന് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷെ നമ്പർ തികയാത്തതും കൊണ്ട് റീ എടുക്കാൻ വന്നതാണ്. ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതായത് കൊണ്ട് ടൈം ഒരുപാട് വേണ്ടി വന്നില്ല. പക്ഷെ എന്നിട്ടും അവിടെ പോസ്റ്റ് കിട്ടിയിട്ടോ. നമുക്ക് വേണ്ടത്രയും നമ്പേഴ്സ് അവിടെ ഉണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് പെർച്ചേസ് ഒക്കെ ചെയ്ത് നേരെ നമ്മൾ കാറിൽ കയറി. കണ്ടില്ലേ ഹാനിഷിന്റെ കയ്യിൽ 2 വലിയ കിറ്റൊക്കെ. വന്നത് കർട്ടൻസ് എടുക്കാനാണല്ലോ. വെസ്റ്റ് സൈഡിന്റെ ബോർഡ് കണ്ട പിന്നെ നമ്മൾ പെൺപിള്ളേരൊന്ന് കയറാണ്ടിരിക്കുവോ? അപ്പൊ അങ്ങനെ നേരെ വെസ്റ്റ് സൈഡിൽ കയറി. കളക്ഷൻസ് ഒക്കെ കുഴപ്പമുണ്ടായില്ല.
ഓഫർ തീർന്നിട്ടില്ല കേട്ടോ, ഓഫർ ഇപ്പോഴും നടക്കുന്നുണ്ട്. 699-നും 499-നും 999-നും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ആകെ ഒരു ചെരുപ്പ് മാത്രമായിട്ട് എടുത്തുള്ളൂ. വെസ്റ്റ് സൈഡിൽ ഇറക്കി വിട്ട എന്നെ നിലാവെട്ടത്ത് അഴിച്ചു വിട്ട കോഴിനെ പോലെയാണെന്നാണ് ഹാരിഷ് പറയാറ്. ഒരു കാര്യമില്ലേലും അവിടുത്തെ എല്ലാ സെക്ഷൻസിലും കയറി ഒന്ന് പരതിയിട്ടാണ് അവിടെ നിന്ന് പോയത്. എന്തിന്, കിഡ് സെക്ഷൻ വരെ ഞങ്ങൾ കയറി നോക്കി. ബ്രോഡ്വേ വെസ്റ്റ് സൈഡും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴേക്കും വിശപ്പിന്റെ നല്ല വിളി വന്നു. പിന്നെ ഓൺ ദ വേയിൽ ഇഫ്താറി കയറി നല്ല അടിപൊളി ചൂടുള്ള ബിരിയാണിയും കഴിച്ചു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് നേരെ വീട്ടിലേക്ക്. സോ അങ്ങനെ ഇന്നത്തെ എല്ലാ കറക്കവും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇപ്പൊ ടൈം എത്രയായി? നിയർലി ഒരു 10 o'clock ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു 10 o'clock ആയി. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു കയറുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു 1:30-ക്കൊക്കെ ഇറങ്ങിയതായിരിക്കും. 1:30-ക്കൊക്കെ ഇറങ്ങി വീട്ടിൽ പോയി. പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, ദെൻ വീട്ടിൽ കയറി. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവുന്നതാണ്. ഇതുപോലത്തെ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ വഴിയെ വരും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അല്ലെ, ഇത്രയല്ലേ ഉള്ളൂ. എനിത്തിങ് എൽസ്? Nothing else. So with this is me Farida And this is me Hanish. signing off.